നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് ഗർഭിണിയായ യുവതിയെ ദുരൂഹ സാഹചര്യത്തിൽ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കരിമ്പ വെട്ടം സ്വദേശി സജിതയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 26 വയസ്സായിരുന്നു. ഒളിവിൽ പോയ ഭർത്താവ് നിഖിലിനെ തമിഴ്നാട് സേലത്ത് നിന്നും പിടികൂടി. പട്ടാമ്പി മരുതൂരിൽ വീട് കുത്തി തുറന്ന മോഷണം. 38 പവനോളം സ്വർണ്ണാഭരണവും 16,000 രൂപയും മോഷണം പോയി. കവർന്നത് അയൽവാസി സൂക്ഷിക്കാൻ നൽകിയതടക്കമുള്ള സ്വർണം. മണ്ണാർക്കാട് ആദിവാസി ഊരിലുള്ളവർക്ക് ലൈഫിൽ അനുവദിച്ച വീടുകളുടെ മുഴുവൻ പണവും കരാറുകാരൻ കൈപ്പറ്റിയിട്ടും വീടിന്റെ പണി പൂർത്തിയായില്ല. ഗുണഭോക്താക്കൾ താമസിക്കുന്നത് ചോർന്നൊലിക്കുന്ന ഷെഡിൽ. മണ്ണാർക്കാട് കാറിടിച്ച് വ്യാപാരി മരിച്ചു. കല്ലടിക്കൂട് സ്വദേശി അസൈനാറാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഗർഭിണിയായ യുവതിയെ ദുരൂഹ സാഹചര്യത്തിൽ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മണ്ണാർക്കാട് കരിമ്പ വെട്ടം പടിഞ്ഞക്കരയിൽ സജിതയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 26 വയസ്സായിരുന്നു. കൂടെയുണ്ടായിരുന്ന ഭർത്താവ് നിഖിൽ മക്കളുമായി ഒളിവിൽ പോയെങ്കിലും തമിഴ്നാട് സേലത്ത് നിന്ന് പോലീസ് പിടികൂടി. അവനക്ക് സംശയമാണ്. അവന് എന്തായാലും ഇനി അവനെ നാട്ടിൽ കാണായിരുന്നു. അവൻ തൂക്കി കൊല്ലുന്നു വേണം. കുട്ടികളും സൗകര്യം കൊടുത്തില്ല. അങ്ങനെയൊക്കെയാണ് അവൻ ചെയ്യുന്നത്. ഞായറാഴ്ച പുലർച്ചെയാണ് സജിതയുടെ മരണവിവരം പുറത്തറിഞ്ഞത്. വീട് അടഞ്ഞുകിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികൾ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ സജിതയെ കണ്ടെത്തുകയായിരുന്നു. 6 മാസം ഗർഭിണിയായിരുന്നു സജിത. ഭർത്താവ് മദ്യപിച്ചുവന്ന് നിരന്തരം കലഹമുണ്ടാക്കിയിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ 7 മാസം മുമ്പ് വരെ സജിത ജോലി ചെയ്തിരുന്നെങ്കിലും ഭർത്താവിന്റെ കലഹത്തെ തുടർന്ന് ജോലി അവസാനിപ്പിക്കുകയായിരുന്നു. 9ഉം 5ഉം വയസ്സുള്ള ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഇവർക്കുണ്ട്. ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നെങ്കിലും ഭാര്യയെ സംശയിച്ച് നിരന്തരം ഉപദ്രവിച്ചിരുന്നുവെന്ന് സജിതയുടെ മാതാവ് ലക്ഷ്മി പറഞ്ഞു. ഇപ്പൊ പറയണ അവന്റെ കുട്ടിയല്ല. അപ്പൊ വീട്ടിൽ നിന്ന് വരുമ്പോ ഉണ്ടാക്കി കൊടുത്തതാണ് പറഞ്ഞിട്ടാണ് അടിയും ചവിട്ടും. അപ്പൊ കുറെ ഫോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൾക്ക് വീട്ടിൽ കൂടെ തന്നിട്ട് പറഞ്ഞ അമ്മ പറഞ്ഞ പോലെ തന്നെ ആയി അമ്മ, ഞാൻ എന്തെങ്കിലും മരുന്ന് കുടിച്ച് മരിക്കും, ഞാൻ ജീവിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ പറഞ്ഞു 2 ആഴ്ച കഴിഞ്ഞിട്ടും കൂടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അവനക്ക് സംശയമാണ്. അവന് എന്തായാലും ഇനി അവനെ നാട്ടിൽ കാണായിരുന്നു. അവൻ തൂക്കി കൊല്ലുന്നു വേണം. കുട്ടികളും സൗകര്യം കൊടുത്തില്ല. അങ്ങനെയൊക്കെയാണ് അവൻ ചെയ്യണത്. ചെക്കൻകുട്ടിയാണ്. 9 വയസ്സായി. പെൺകുട്ടി 7 വയസ്സ്. കുട്ടികളെ കൊണ്ട് പോയി അവനെന്തായാലും കൊറേ കാലമായി അവിടെ വന്നിരിക്കണം. ഇതപ്പോ 1 ആഴ്ച മുന്നാണ് വീട്ടിൽ വന്നിരുന്നു. സിം എടുക്കാനാന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞപ്പോ അവള് 7 മാസം അവിടെ വീട്ടിൽ നിന്ന് വന്നിട്ട് പീക്കദാസിലാണ് പണിക്ക് പോയിണ്ടായിരുന്നപ്പോ പീക്കദാസിന് പോയി ശല്യം ചെയ്ത് എന്നിട്ട് വീട്ടിൽ വന്നു. എന്നിട്ട് 6 മണിയാകുമ്പോ ആൾക്കാർ കാണണേയും കൂട്ടിട്ട് ഒന്നും ചെയ്യില്ലാന്ന് പറഞ്ഞിട്ട്. ഇരുവരും ഇന്നലെ രാത്രി വഴക്കുകൂടിയതായും ഭർത്താവ് മദ്യപിച്ചെത്തി പ്രശ്നം ഉണ്ടാക്കാറുണ്ടെന്നും അയൽവാസി പറഞ്ഞു. ഇവൻ ഒരു നമ്പർ 1 ഫ്രോഡാണ്. അതായത് ഈ പെൺകുട്ടി ഇവിടെ അതിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം പോലും സ്വസ്ഥമായിട്ടായി ജീവിച്ചിട്ടുണ്ട് എന്നുള്ള എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് നാട്ടിലെ ഇത് പറഞ്ഞു തീർക്കലാണ് പണി. ഇവിടെ വരും, പിന്നെ വല്ല മദ്യം എന്തെങ്കിലും വാങ്ങിക്കുടിക്കും, പിന്നെ ലഹള ഉണ്ടാക്കും, പിന്നെ അവിടെ കച്ചറ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ നാട്ടുകാർ കൂടി നമ്മളെ വിളിച്ചാൽ പിന്നെ നമ്മൾ വരിക മധ്യസ്ഥം പറയുക അന്യായിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു പണി. ഇവൻ ആള് പിന്നെ വളരെ ഫ്രോഡാണ്. ഇതിൽ അതിന്റെ പോലീസിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. കൃത്യമായി പോലീസ് വന്നു. പിന്നെ അവരതിന്റെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടുകാരനല്ല, കരിങ്കല്ലത്താണി ചെത്തല്ലൂരാണ് ഇവന്റെ അച്ഛന്റെ വീട്. ഈ അമ്മന്റെ വീടാണ്. ഇവിടെ വന്ന് ഒരു 10-12 വർഷമായിട്ടുണ്ടാവും താമസം. പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി വിദഗ്ധ പരിശോധന നടത്തി. സജിതയുടെ ഭർത്താവിന്റെ മാതാവും സഹോദരിയും പോണ്ടിച്ചേരിയിലാണ് ജോലി ചെയ്യുന്നത്. ഇവിടേക്ക് കുട്ടികളുമായി പോകുന്നതിനിടെ വൈകിട്ടോടെ സേലം പോലീസ് പിടികൂടി. കല്ലടിക്കോട് പോലീസ് തമിഴ്നാട്ടിലെ വിവിധ സ്റ്റേഷനുകളിലേക്ക് വിവരം നൽകിയിരുന്നു. തൃശൂരിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ മൃതദേഹം സജിതയുടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകി.
പട്ടാമ്പി മരുതൂരിൽ വീട് കുത്തി തുറന്ന് വൻ മോഷണം. 38 പവനോളം സ്വർണ്ണാഭരണവും 16,000 രൂപയും മോഷണം പോയി. അയൽവാസി സൂക്ഷിക്കാൻ നൽകിയതടക്കമുള്ള സ്വർണമാണ് കവർന്നത്. പോലീസ് അന്വേഷണം തുടങ്ങി. പട്ടാമ്പി മരുതൂർ പുലാശ്ശേരിക്കര റോഡിൽ തൂമ്പിൽ അബൂബക്കറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 38 പവനോളം സ്വർണ്ണാഭരണവും 16,000 രൂപയുമാണ് മോഷണം പോയത്. ഇതിൽ അയൽവാസി സൂക്ഷിക്കാൻ നൽകിയതാണ് 30 പവൻ സ്വർണ്ണാഭരണം. കഴിഞ്ഞ ദിവസം ആശുപത്രി ആവശ്യത്തിനായി അബൂബക്കറും കുടുംബവും തൃശൂരിലേക്ക് പോയിരുന്നു. തിരിച്ചു വരാൻ വൈകിയതോടെ ബന്ധുവീട്ടിലേക്ക് പോകുകയായിരുന്നു. രാവിലെ വീട്ടിലെ ജോലിക്കാരി എത്തിയപ്പോഴാണ് വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത്. തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന്റെ മുൻവശത്തെ വാതിൽ പൊളിച്ചാണ് അകത്ത് കയറിയിരിക്കുന്നത്. അലമാറയിൽ സൂക്ഷിച്ചിരുന്ന പണവും ആഭരണങ്ങളുമാണ് കവർന്നത്. അബൂബക്കറിന്റെ പരാതിയെ തുടർന്ന് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. ഷൊർണൂർ ഡിവൈഎസ്പി ഹരിദാസന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് CIയുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡിനെ നിയോഗിച്ചതായി ഡിവൈഎസ്പി പറഞ്ഞു. പിന്നെ നമ്മൾ ജനങ്ങളോട് ഒന്നുകൂടെ അലർട്ടാക്കി നിർബന്ധമായിട്ടുണ്ടാവും. അങ്ങോട്ട് പോകുന്ന ആൾക്കാർ പോലീസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് പറയാറുണ്ട്. പക്ഷെ പലരും അത് പറയുന്നില്ല എന്നുള്ളതാണ്. എന്നാലും നമുക്ക് നൈറ്റ് പെട്രോൾ നമുക്ക് ആ ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ ജനങ്ങളെ ഈ വർഷകാലാവുന്നതോടുകൂടി ഒന്നുകൂടെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ തന്നെ നമ്മൾ ചുമയോടെ ഇന്നലെ ഒരു അനിയത്തിൽ ഭാര്യയുടെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് കിടപ്പാട് പോയി തിരിച്ചു വരാമെന്നുള്ളത് പോയതാണ്. കാലത്ത് ഇന്നലെ തിരിച്ചു വരാൻ പറ്റിയില്ല. ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പോയത്. അപ്പോൾ ഒരു അയൽവാസിയുടെ സ്വർണ്ണാഭരണം ഉണ്ടായിരുന്നു, സൂക്ഷിക്കാൻ പറ്റുമായിരുന്നു. വരാത്ത കാര്യം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഈ കാലത്ത് അവർ വീട്ടിൽ ചെറിയ സർവൻ്റ് വന്നപ്പോഴാണ് ഫ്രണ്ട് ഭാഗത്തിൽ. മണ്ണാർക്കാട് ആനമൂളി ആദിവാസി ഊരിലുള്ളവർക്ക് ലൈഫിൽ അനുവദിച്ച വീടുകളുടെ മുഴുവൻ പണവും കരാറുകാരൻ കൈപ്പറ്റിയിട്ടും വീടിന്റെ പണി പൂർത്തിയാക്കിയില്ല. ഗുണഭോക്താക്കൾ താമസിക്കുന്നത് ചോർന്നൊലിക്കുന്ന ഷെഡിൽ. പണി പൂർത്തിയാക്കും മുൻപ് മുഴുവൻ തുകയും അനുവദിച്ച് നൽകി കരാറുകാരന് ഉദ്യോഗസ്ഥരുടെ വഴിവിട്ട സഹായം. ആനമൂളിയിൽ ലൈഫിൽ അനുവദിച്ച 5 വീടുകളാണ് കരാറുകാരൻ നിർമ്മിക്കുന്നത്. 1 വർഷം മുൻപ് തുടങ്ങിയ വീടുകളുടെ പണി ഇനിയും പൂർത്തിയായിട്ടില്ല. അടുക്കള, ശുചിമുറി, നിലമൊന്നും ശരിയാക്കിയിട്ടില്ല. വൈദ്യുതിയുമില്ല. മുൻവശത്തും അടുക്കള ഭാഗത്തും ജനലുകൾക്കും വാതിൽ വെച്ചു. അടുക്കളയും ശുചിമുറിയും പൂർത്തിയാക്കാത്തത് മൂലം താൽക്കാലികമായി കെട്ടിയ ഷെഡിലാണ് കഴിയുന്നതെന്ന് ഗുണഭോക്താവ് ശാന്ത പറയുന്നു. പണി കഴിയാതെ ഇന്നത്തെ കാര്യം കഴിഞ്ഞിട്ടില്ല, ഉള്ളു തേപ്പും കഴിഞ്ഞിട്ടില്ല. അതാണ് ബാത്റൂമൊക്കെ അങ്ങനെ നിൽക്കുന്നത്. ബോർഡ് എടുത്ത ആളിപ്പോൾ വരുന്നുമില്ല. അത് വാതിൽ വെച്ച് പോയതാ, അത്രേ ഉള്ളൂ. ബോർഡ് പണി തൊട്ടിട്ട് എടുത്തിട്ട് 1.5 മാസമായി. ഇന്ന എൻ്റെ ബോർഡ് പണി ഇനിയും കഴിഞ്ഞിട്ടില്ല. മഴയ്ക്ക് മുൻപ് പുതിയ വീട്ടിൽ കയറി താമസിക്കാമെന്നാണ് ഇവർ പ്രതീക്ഷിച്ചിരുന്നത്. ചോർന്നൊലിക്കുന്ന ഷെഡിലാണ് ഇപ്പോൾ കഴിയുന്നത്. മഴയാണെങ്കിൽ ഭക്ഷണം പാചകം ചെയ്യാൻ പോലും സാധിക്കാറില്ല. 6 ലക്ഷം രൂപ ചെലവിലാണ് വീട് നിർമ്മിക്കുന്നത്. ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്കാണ് പണം അനുവദിക്കുന്നത്. അക്കൗണ്ടിൽ പണം എത്തിയ ഉടൻ കരാറുകാരന് നൽകി. അവസാന ഗഡു നൽകിയ ശേഷമാണ് വാതിൽ വെച്ചത്. ശുചിമുറിയും അടുക്കളയും നിലംപണിയും നടത്താതിരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന ആരോപണവും ഉണ്ട്. നിരന്തരം കരാറുകാരൻ ബന്ധപ്പെടുന്നുണ്ടെങ്കിലും ഉടൻ പൂർത്തിയാക്കാമെന്ന് പറയുന്നതല്ലാതെ പണി നടത്തുന്നില്ലെന്ന് ഗൃഹനാഥയായ വെള്ളാച്ചി പറയുന്നു. ഇനി അടുപ്പ് തയ്യാറാക്കണോ? അതൊക്കെയാണ് പണി. കറണ്ടിൻ്റെ ഒക്കെ പണി കഴിഞ്ഞ് അവിടെ നിർത്തിയിരിക്കുക. ഇനി പൈസ ഒക്കെ പോയിട്ട് കൊടുത്തല്ലേ ഇല്ല, അതൊക്കെ ശരിയാക്കും. ഉള്ളുകൂടിയൊക്കെ വെള്ളം വരാം. ഇവിടെ കിടക്കൊന്നും പറ്റില്ല. വെപ്പ് കൂടിയൊക്കെ തീറ്റൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കിടത്താം. ലൈഫ് വീടുകളുടെ പൂർത്തിയായ ഘട്ടങ്ങൾക്കാണ് സാധാരണ പണം അനുവദിക്കാറുള്ളത്. അവസാന ഗഡു നൽകണമെങ്കിൽ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് നൽകണമെന്നാണ് വ്യവസ്ഥ. ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ VEO വ്യക്തമായ മറുപടി നൽകുന്നില്ലെന്നാണ് ഊരിലുള്ളവർ പറയുന്നത്. പണി പൂർത്തിയാക്കും മുൻപ് അവസാന ഗഡു നൽകിയത് കരാറുകാരനെ സഹായിക്കാനാണെന്ന ആരോപണവുമുണ്ട്. അതേസമയം പണി പൂർത്തിയാക്കുമെന്ന ഉത്തമ വിശ്വാസത്തിലാണ് പണം അനുവദിച്ചതെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഗുണഭോക്താക്കൾക്ക് നേരിട്ടാണ് പണം നൽകുന്നത്. ഗുണഭോക്താക്കളാണ് കരാറുകാരന് പണം നൽകുന്നത്. ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും അധികൃതർ അറിയിച്ചു. കല്ലടിക്കോട് കാറിടിച്ച് വ്യാപാരി മരിച്ചു. BP അസൈനാറാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. ശനിയാഴ്ച രാത്രി 10:30 കല്ലടിക്കോട് TBയിൽ ബസ് ഇറങ്ങി നടന്നു വരുന്നതിനിടെയാണ് കാറിടിച്ചത്.
കനത്ത മഴയായതിനാൽ കാൽനടയാത്രക്കാരനെ കണ്ടില്ലെന്ന് കാർ യാത്രക്കാർ പോലീസിനോട് പറഞ്ഞു. കല്ലടിക്കോട് പെയിന്റ് കട നടത്തുകയാണ് അസൈനാർ. തകർന്ന പാതയിലെ കുഴികൾ അടച്ച മാതൃകയായി ഡിവൈഎഫ്ഐ. ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി പാതയിലെ കോതകൃഷി മുതൽ പെട്രോൾ പമ്പ് വരെയുള്ള റോഡിലെ കുഴികളാണ് ഡിവൈഎഫ്ഐ അനങ്ങനടി ഫസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടച്ചത്. കുണ്ടും കുഴിയും നിറഞ്ഞ് വാഹനയാത്ര ഏറെ ദുഷ്കരമായിരുന്ന ചെറുപ്പളശ്ശേരി ഒറ്റപ്പാലം റോഡിലെ കോതകുറിശി സെന്റർ മുതൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ് വരെയുള്ള ഭാഗത്തെ കുഴികളാണ് ഡിവൈഎഫ്ഐ അനങ്ങനടി ഫസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടച്ച് ഗതാഗത യോഗ്യമാക്കിയത്. കോറി വേസ്റ്റ് ഉപയോഗിച്ചാണ് കുഴികൾ അടച്ചത്. പാതയിലെ അപകടകരമായ കുഴികളെക്കുറിച്ച് മലബാർ സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. നിലവിൽ ഒറ്റപ്പാലം കീഴൂർ റോഡിന്റെ നവീകരണ പ്രവൃത്തികളുടെ ടെൻഡർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനാൽ മറ്റൊരു ഫണ്ട് പാതയുടെ നവീകരണത്തിനായി വയ്ക്കാൻ കഴിയില്ലെന്ന് പൊതുമരാമത്തിന്റെ അറിയിപ്പിനെ തുടർന്നാണ് താൽക്കാലിക പരിഹാരം ഒരുക്കുന്നതെന്ന് മേഖലാ സെക്രട്ടറി അസൈനാർ ബാവ പറഞ്ഞു. ഫസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതകുറിശ്ശിയിലെ റോഡിലെ കുഴികൾ അടക്കുകയാണ്. ഇവിടെ അറിയാം, യാത്രയ്ക്ക് വളരെ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സമയമാണ്. നിലവിൽ ഫണ്ടുള്ള ഒരു റോഡാണ്. അതിൻ്റെ ടെൻഡർ നടപടികൾ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് MLA ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ഉടനെ തന്നെ ഇതിൻ്റെ വർക്കുകൾ തുടങ്ങാനിരിക്കുകയാണ്. ആ സ്ഥിതിയിൽ PWDക്ക് ഇതിൻ്റെ മുകളിൽ പ്രത്യേകം ഫണ്ട് വെച്ചുകൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം ഞങ്ങൾ അറിയിച്ചിരുന്നു. PWDയുമായും KSTCയുമായും എല്ലാം ബന്ധപ്പെട്ട് ഞങ്ങൾ നിരവധിയായിട്ടുള്ള പരാതികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ റോഡ് പണി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ താൽക്കാലികമായിട്ട് ജനങ്ങൾ നേരിടുന്ന ഈ യാത്രാ ബുദ്ധിമുട്ട് തീർക്കാനുള്ള നടപടിയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മേഖലാ പ്രസിഡന്റ് CT അഷ്കർ, CPM ലോക്കൽ കമ്മിറ്റി അംഗം P മുഹമ്മദ് ബഷീർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കുഴിയടയ്ക്കാൻ പ്രവൃത്തി നടത്തിയത്. കിഫ്ബി ഫണ്ടിൽ നിന്നും 54.29 കോടി രൂപ ചെലവഴിച്ചാണ് പാതയുടെ നവീകരണം നടത്തുന്നത്. 9 മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന റോഡിൽ ഒറ്റപ്പാലം മുതൽ കീഴൂർ റോഡ് വരെയും അഴുക്കുചാലോടുകൂടിയാണ് നവീകരിക്കുക. റോഡിന് തകരാറില്ലാത്ത ഭാഗങ്ങൾ റബ്ബറൈസ്ഡ് ചെയ്ത് നവീകരിക്കുകയും പൂർണ്ണമായി തകർന്ന ഭാഗങ്ങൾ മാത്രം മുഴുവനായി പൊളിച്ച് റബ്ബറൈസ്ഡ് ചെയ്യാനുമാണ് തീരുമാനം. ടെൻഡർ നടപടികൾ പൂർത്തിയായാൽ ഉടൻ തന്നെ പ്രവൃത്തികൾ ആരംഭിക്കും. വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം നല്ല മനുഷ്യരെ സൃഷ്ടിക്കലാണെന്ന് കഥാകൃത്ത് വൈശാഖൻ. അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ വിജയോത്സവം 2024 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SSLC +2 ഉൾപ്പെടെ വിവിധ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ 450-ലധികം വിദ്യാർത്ഥികളെ ബാങ്ക് ക്യാഷ് അവാർഡ് ഉൾപ്പെടെ നൽകിയാണ് അനുമോദിച്ചത്. SSLC +2 VHSC ഉൾപ്പെടെയുള്ള പൊതുപരീക്ഷകളിലെ ഉന്നത വിജയികളെയും NMMS LSS USS സ്കോളർഷിപ്പിന് അർഹത നേടിയ വിദ്യാർത്ഥികളെയും എല്ലാ വർഷവും ബാങ്ക് അനുമോദിക്കാറുണ്ട്. ഈ വർഷം അനുമോദനത്തിന് അർഹരായത് 450-ലധികം വിദ്യാർത്ഥികളാണ്. മുഴുവൻ വിദ്യാർത്ഥികൾക്കും ക്യാഷ് അവാർഡും സമ്മാനവും നൽകി ബാങ്ക് അനുമോദിച്ചു. കൂടാതെ SSLC പരീക്ഷയിൽ സമ്പൂർണ്ണ വിജയം നേടിയ അലനല്ലൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനും എടത്തനാട്ടുകര ഗവൺമെൻറ് ഓറിയൻ്റൽ ഹയർ സെക്കൻഡറി സ്കൂളിനും ചടങ്ങിൽ ഉപഹാരം നൽകി. അടുത്തയാളുടെ വിശപ്പ് മനസ്സിലാക്കാൻ കഴിയുന്നവരുടെ പേരാണ് നല്ല മനുഷ്യർ. വേദനിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ നീളുന്ന കൈയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ ചിഹ്നം. ലോകത്തിലെ വിസ്മയിപ്പിക്കുന്ന അത്ഭുതങ്ങളാണ് മനുഷ്യക്കുട്ടികൾ. അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ആ വഴിയിലേക്ക് നയിച്ചാൽ വലിയ അത്ഭുതങ്ങൾ അവർ സൃഷ്ടിക്കുമെന്നും കഥാകൃത്ത് വൈശാഖൻ പറഞ്ഞു. വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം നല്ല മനുഷ്യരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. നല്ല മനുഷ്യൻ എന്ന് വെച്ചാൽ എന്താണ്? കണ്ടാൽ നല്ല മനുഷ്യനാണോ? നല്ല നിറമുണ്ടെന്നാണോ? ഒന്നുമല്ല. മുഖമോ നിറമോ മുഖച്ചായോ സൗന്ദര്യമോ ഒന്നും അല്ല. നല്ല മനസ്സുള്ളവരെയാണ് സൗന്ദര്യമുള്ളവർക്ക് പറയുന്നത്. സൗന്ദര്യമുള്ള അവരാണ്, അല്ലാതെ ഐശ്വര്യറോയല്ല. നല്ല മനസ്സുള്ള കുഞ്ഞുങ്ങൾ സുന്ദരികളുമാണ് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ. ബാങ്ക് പ്രസിഡന്റ് PPK മുഹമ്മദ് അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. സിനിമ, ടെലിവിഷൻ താരം കലാഭവൻ നിയാസ് മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ന സത്താർ, വൈസ് പ്രസിഡന്റ് ആയിഷാബി ആറാട്ടുതുടി, ബാങ്ക് വൈസ് പ്രസിഡന്റ് അബ്ദുള്ള മാസ്റ്റർ, ബാങ്ക് സെക്രട്ടറി P ശ്രീനിവാസൻ, ഭരണസമിതി അംഗങ്ങളായ KA സുദർശനൻ, രാജകൃഷ്ണൻ, K സെയ്ദ്, VT ഉസ്മാൻ, K ശ്രീധരൻ, T ബാലചന്ദ്രൻ, ഷെറീന മുജീബ്, P ശ്രീജ, ബിന്ദു, മുൻ ഡയറക്ടർമാരായ P മുസ്തഫ, അബ്ദുൽ കരീം, K രവികുമാർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ KG സാബു, ജീവനക്കാരായ ജയകൃഷ്ണൻ, V അബ്ദുൽ സലീം, P രഞ്ജിത്ത്, യുവകവി മധു അലനല്ലൂർ, കലാകാരന്മാരായ ഷഹനീർ ബാബു,
വിഷ്ണു അലനല്ലൂർ തുടങ്ങിയവരും മറ്റ് സഹകാരികളും ജീവനക്കാരും കുട്ടികളുടെ രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. കലാഭവൻ നിയാസിന്റെ മിമിക്രി, സിനിമാ പാട്ട് എന്നിവയും അരങ്ങേറി. തന്നെ ഞാനും ആപ്പിൾ കടിക്കുമ്പോൾ ഒരു വോയിസ് അല്ലേ. പച്ച പേരക്കയില്ലേ, നല്ല കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന അങ്ങനെ കിളികളിൽ നിന്നുള്ള പേരക്കല്ല, പച്ച പേരക്ക നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പൊട്ടിച്ച് കഴിക്കില്ല, ഇത്തിരി മൂപ്പുള്ള നല്ല പേരക്ക, അത് കടിക്കുമ്പോൾ ഒരു വോയിസ്. അലനല്ലൂരിന്റെ ആഘോഷമായാണ് ബാങ്കിന്റെ വിജയോത്സവം 2024 നടന്നത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെണ്ടർമാരുടെ തൊഴിൽ നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് സദേൺ റെയിൽവേ കാറ്ററിംഗ് മസ്ദൂർ സംഘം BMS ഷൊർണൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KR സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മേഖലാ ട്രഷറർ K ഗംഗാധരൻ, മേഖലാ ജോയിന്റ് സെക്രട്ടറി രാജു തത്തനംപുള്ളി, യൂണിറ്റ് സെക്രട്ടറി സുധാകരൻ R എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലം കയറമ്പാറ കേന്ദ്രീയ വിദ്യാലയം റോഡിലെ കുഴികൾ 3 സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അടച്ച് ഗതാഗത യോഗ്യമാക്കി. കോൺക്രീറ്റ് ചെയ്താണ് കുഴികൾ അടച്ചത്. കുണ്ടും കുഴിയും നിറഞ്ഞ് വാഹനയാത്ര ഏറെ ദുഷ്കരമായിരുന്ന ചെറുപ്പുളശ്ശേരി ഒറ്റപ്പാലം റോഡിലെ കോതകുർശി സെന്റർ മുതൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ് വരെയുള്ള ഭാഗത്തെ കുഴികളാണ് DYFI അനങ്ങനടി ഫസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടച്ച് ഗതാഗത യോഗ്യമാക്കിയത്. കോറി വേസ്റ്റ് ഉപയോഗിച്ചാണ് കുഴികൾ അടച്ചത്. പാതയിലെ അപകടകരമായ കുഴികളെക്കുറിച്ച് മലബാർ സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. നിലവിൽ ഒറ്റപ്പാലം കീഴൂർ റോഡിന്റെ നവീകരണ പ്രവൃത്തികളുടെ ടെൻഡർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനാൽ മറ്റൊരു ഫണ്ട് പാതയുടെ നവീകരണത്തിനായി വയ്ക്കാൻ കഴിയില്ലെന്ന് പൊതുമരാമത്തിന്റെ അറിയിപ്പിനെ തുടർന്നാണ് താൽക്കാലിക പരിഹാരം ഒരുക്കുന്നതെന്ന് മേഖലാ സെക്രട്ടറി അസൈനാർ ബാവ പറഞ്ഞു. ഇവിടെ അറിയാം, യാത്രയ്ക്ക് വളരെ ബുദ്ധിമുട്ട് നേരിടുന്ന സമയമാണ്. നിലവിൽ ഫണ്ടുള്ള ഒരു റോഡാണ്. അതിൻ്റെ ടെൻഡർ നടപടികൾ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് MLA ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ഉടനെ തന്നെ ഇതിൻ്റെ വർക്കുകൾ തുടങ്ങാനിരിക്കുകയാണ്. ആ സ്ഥിതിയിൽ PWDക്ക് ഇതിൻ്റെ മുകളിൽ പ്രത്യേകം ഫണ്ട് വെച്ചുകൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം ഞങ്ങൾ അറിയിച്ചിരുന്നു. PWDയുമായും KSTCയുമായി എല്ലാം ബന്ധപ്പെട്ട് ഞങ്ങൾ നിരവധിയായിട്ടുള്ള പരാതികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ റോഡ് പണി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ താൽക്കാലികമായിട്ട് ജനങ്ങൾ നേരിടുന്ന ഈ യാത്രാ ബുദ്ധിമുട്ട് തീർക്കാനുള്ള നടപടിയാണ് DYFIയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മേഖലാ പ്രസിഡന്റ് CT അഷ്കർ, CPM ലോക്കൽ കമ്മിറ്റി അംഗം P മുഹമ്മദ് ബഷീർ എന്നിവരുടെ നേതൃത്വത്തിലാണ് DYFI പ്രവർത്തകർ കുഴിയടയ്ക്കാൻ പ്രവൃത്തി നടത്തിയത്. കിഫ്ബി ഫണ്ടിൽ നിന്നും 54.29 കോടി രൂപ ചെലവഴിച്ചാണ് പാതയുടെ നവീകരണം നടത്തുന്നത്. 9 മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന റോഡിൽ ഒറ്റപ്പാലം മുതൽ കീഴൂർ റോഡ് വരെയും അഴുക്കുചാലോടുകൂടിയാണ് നവീകരിക്കുക. റോഡിന് തകരാറില്ലാത്ത ഭാഗങ്ങൾ റബ്ബറൈസ്ഡ് ചെയ്ത് നവീകരിക്കുകയും പൂർണ്ണമായി തകർന്ന ഭാഗങ്ങൾ മാത്രം മുഴുവനായി പൊളിച്ച് റബ്ബറൈസ്ഡ് ചെയ്യാനുമാണ് തീരുമാനം. ടെൻഡർ നടപടികൾ പൂർത്തിയായാൽ ഉടൻ തന്നെ പ്രവൃത്തികൾ ആരംഭിക്കും.
ഒറ്റപ്പാലം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ നേതൃത്വത്തിൽ SLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആതുര സേവന രംഗത്തെ മികച്ച വ്യക്തികളെയും ആദരിച്ചു. മുൻ ആരോഗ്യമന്ത്രി VC കബീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ആഭിമുഖ്യത്തിലാണ് സംഘടനയിലെ അംഗങ്ങളുടെ മക്കളിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ആതുര ശുശ്രൂഷ മേഖലയിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്നവരെ ആദരിക്കുകയും ചെയ്തത്. മുൻ ആരോഗ്യമന്ത്രി VC കബീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അത് ഗവൺമെന്റിന്റെ പോളിസിയാണോ അങ്ങനെ എന്ന് എനിക്കറിയാം. ഇനി ഓക്സിജൻ കിട്ടാൻ വേണ്ടി നമ്മൾ കാശ് കൊടുക്കുന്നത് ആകാശത്ത് ഇറങ്ങി നോക്കിയിട്ട് ഓക്സിജൻ വലിക്കണമെങ്കിൽ 40 രൂപ ഒരു മണിക്കൂർ കൊടുക്കണം. കേസിരിക്കുന്ന കുറച്ച് കാശ് കൊടുക്കണം. മഴക്കല് ടാക്സ് കൊടുക്കണോ എന്ന് ദൈവതപുരാതനെ തീരുമാനിക്കുന്ന പാലക്കാട് മഴയില്ല. അതുപോലെ തന്നെ എല്ലാവരോടും വീട്ടിൻ്റെ പുറത്ത് മറ്റേ പ്ലേറ്റ് വെച്ചിട്ട് കറണ്ടെടുക്കാൻ പറഞ്ഞു. 1 ലക്ഷം 2 ലക്ഷമൊക്കെ ചിലവാക്കി ആളുകൾ കറണ്ടെടുത്തു. അവരുടെ വീട്ടിലെ ചിലവ് കഴിഞ്ഞ് ബാക്കി കറണ്ട് ഇലക്ട്രിസിറ്റി പുറത്ത് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തിട്ട് ഒറ്റ ആളുകൾ കാശ് കൊടുക്കുന്നില്ല. സംഘടന ഒറ്റപ്പാലം യൂണിറ്റ് രക്ഷാധികാരി PV ഹംസ അധ്യക്ഷനായി. UMC ജില്ലാ വൈസ് പ്രസിഡന്റ് PJ കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് വിജയികളെയും ആതുര സേവന രംഗത്തെ മികച്ച വ്യക്തികളായ ലക്കിടി പോളി ഗാർഡനിലെ സ്റ്റാഫായ സിജോ, വള്ളുവനാട് മാതൃസദനത്തിലെ സ്റ്റാഫായ V ശ്രീകല എന്നിവരെയും ആദരിച്ചു. സംഘടന ഒറ്റപ്പാലം യൂണിറ്റ് പ്രസിഡന്റ് തോമസ് ജേക്കബ്, സെക്രട്ടറി PV റിയാസ്, ഒറ്റപ്പാലം ചേംബർ സീനിയർ വൈസ് പ്രസിഡന്റ് P മുഹമ്മദ് കുട്ടി, വൈസ് പ്രസിഡന്റ് PV ഷഹീസ് തുടങ്ങിയവരും സംസാരിച്ചു. വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റിന്റെ സംസ്ഥാന ജനറൽ ബോഡി യോഗം പെരിന്തൽമണ്ണയിൽ ചേർന്നു. സംസ്ഥാന പ്രസിഡന്റ് ജയപ്രകാശിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. 60 വയസ്സ് തികഞ്ഞ എല്ലാ പൗരന്മാർക്കും പ്രതിമാസം 10,000 രൂപയിൽ കുറയാതെ പെൻഷൻ അനുവദിക്കണമെന്ന ആശയത്തിൽ നിന്ന് പിന്തിരിയില്ലെന്ന് നേതാക്കൾ പറഞ്ഞു. വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റിന്റെ സംസ്ഥാന ജനറൽ ബോഡി യോഗം പെരിന്തൽമണ്ണ CT പ്ലാസയിലാണ് നടന്നത്. സംസ്ഥാന പ്രസിഡന്റ് ജയപ്രകാശിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. സെക്രട്ടറി PMK ബാവ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഖാദർ ഹാജി പൊന്നേത്ത്, ഇബ്രാഹിം പുലാമന്തോൾ, അലി അബ്സാസ്, അലി കവന്നൂർ, റഷീദ് കരുവാരകുണ്ട്, ഹസൻ കോയ കോഴിക്കോട്, ഹുസൈൻ കൂടത്താഴി, പത്മാവതി ആലിപ്പറമ്പ്, നഫീസ കോഴിക്കോട് തുടങ്ങിയവർ സംസാരിച്ചു. 60 വയസ്സ് കഴിഞ്ഞ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും പ്രതിമാസം 10,000 രൂപയിൽ കുറയാതെ പെൻഷൻ അനുവദിക്കണമെന്ന ആശയവുമായി മുന്നോട്ടു പോകുന്ന സംഘടനയാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റ്. ഈ ആശയം നടപ്പാക്കിയാൽ രാജ്യത്ത് സാമ്പത്തിക രംഗത്തും സാമൂഹ്യ പുരോഗതിയിലും വിപ്ലവപരമായ മാറ്റം ഉണ്ടാകുമെന്ന് സംഘടനാ നേതാക്കൾ പറഞ്ഞു. പുതിയ സംസ്ഥാന കമ്മിറ്റിയെയും യോഗത്തിൽ തിരഞ്ഞെടുത്തു. ജയപ്രകാശ് പ്രസിഡന്റായും PMK ബാവ ജനറൽ സെക്രട്ടറിയായി തുടരും. ഖാദർ ഹാജി പൊന്നേത്ത്, ഷാനവാസ് തൃശൂർ, കാർത്തികരാജ് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും തിരഞ്ഞെടുത്തു. TK പ്രസാദ്, അലി അബ്സാസ് തിരുവനന്തപുരം, സുൽഫീഖർ അലി എടവണ്ണ, ഹസൻ കോയ കോഴിക്കോട് എന്നിവരാണ് ജോയിന്റ് സെക്രട്ടറിമാർ. KC അബ്ദുറഹ്മാനെ ട്രഷററായും തിരഞ്ഞെടുത്തു. ഇബ്രാഹിം പുലാമന്തോൾ, റഷീർ കരുവാരുകുണ്ട് എന്നിവർ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ്. 27 അംഗങ്ങളാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഉള്ളത്. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ ഭരണകൂടവും ജില്ലാ സ്പോർട്സ് കൗൺസിലും ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും സംയുക്തമായി ഒളിമ്പിക്സ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ഫ്ളാഗ് ഓഫ് ചെയ്തു. P ഉബൈദുള്ള MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒളിമ്പിക് റൺ എന്ന പേരിൽ മലപ്പുറം MSP സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും കോട്ടപ്പടി സ്റ്റേഡിയം വരെയാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ കളക്ടർ VR വിനോദ്, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് VP അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾ, വിശിഷ്ട വ്യക്തികൾ, കായിക താരങ്ങൾ, കായിക അസോസിയേഷനുകളുടെ പ്രതിനിധികൾ, സ്പോർട്സ് ക്ലബ്ബുകൾ, ട്രോമ കെയർ പ്രവർത്തകർ തുടങ്ങിയവർ ഒളിമ്പിക് റണ്ണിൽ പങ്കുചേർന്നു. കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ നടന്ന ഒളിമ്പിക് റൺ സമാപന യോഗം P ഉബൈദുള്ള MLA ഉദ്ഘാടനം ചെയ്തു. പാരീസിലാണ് ഒളിമ്പിക്സ് മത്സരങ്ങൾ നടക്കുന്നെങ്കിൽ പോലും എന്നും കായിക മേഖലയെ നെഞ്ചേറ്റിയ മലപ്പുറത്തുകാർ ഒളിമ്പിക്സിനെ വരവേൽക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന കൂട്ടയോട്ടമാണ് ഇന്ന് മലപ്പുറം ടൗണിൽ നടന്നത്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് VP അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ സ്ഥിരം സമിതി അംഗം A ശ്രീകുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U തിലക്, സെക്രട്ടറി VR അർജുൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ K മനോഹരകുമാർ, C സുരേഷ്, P ഹൃഷികേഷ് കുമാർ, KA നാസർ,
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ VP സക്കീർ ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച കായിക ഡയറക്ടർക്കുള്ള പുരസ്കാരം നേടിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കായിക വിഭാഗം ഡയറക്ടർ ഡോക്ടർ VP സക്കീർ ഹുസൈനെ ഉപഹാരം നൽകി ആദരിച്ചു. പ്രതീകാത്മക ഫുട്ബോൾ സൗഹൃദ മത്സരവും നടന്നു. നെല്ലായ ഗ്രാമപഞ്ചായത്ത് വിജയോത്സവം സംഘടിപ്പിച്ചു. പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും വിവിധ മേഖലകളിൽ അംഗീകാരം നേടിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു. SSLC, +2, NMMS, നീറ്റ്, LSS, USS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മലപ്പുറം ഡെപ്യൂട്ടി കളക്ടറായി നിയമിതനായ നെല്ലായ സ്വദേശി KP സക്കീർ ഹുസൈൻ, കാക്കനാടൻ പുരസ്കാര ജേതാവ് ദിനേശൻ എഴുവന്തല, ഇന്റലിജൻസ് മികവിന് കേരള പോലീസ് ബാഡ്ജ് ഓഫ് ഓണർ പുരസ്കാരം നേടിയ E. വിനോദ് കുമാർ തുടങ്ങിയവരെയുമാണ് നെല്ലായ പഞ്ചായത്ത് അനുമോദിച്ചത്. വിജയോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര ഉദ്ഘാടനം ചെയ്തു. ആണെന്നോ പെണ്ണെന്നോ ഭേദമില്ലാതെ നിങ്ങളുടെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും കാര്യങ്ങൾ കൂടി നോക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങളിലേക്ക് വരും. അപ്പോൾ സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനവും സ്വന്തമായിട്ട് സമൂഹത്തിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ജോലിയും വേണം. അത് വരുമാനം എന്തോ ആയിക്കൊള്ളട്ടെ. നിങ്ങളിപ്പോൾ എന്നും സന്തോഷത്തോടെ സ്കൂളിലേക്ക് പോകുന്നത്, എത്ര പേര് സന്തോഷത്തോടെ സ്കൂളിലേക്ക് പോകുന്നത് എനിക്കറിയില്ല, എന്നാലും നിങ്ങൾക്കൊരു എന്താ പറയുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും കാണാനും ആസ്വദിക്കാനും ഒക്കെയുള്ള ഒരു സ്വാതന്ത്ര്യവും ആ ഒരു അവസരവും ഒക്കെ ഇന്നത്തെ സമൂഹത്തിലുണ്ട് അല്ലേ. പഠിക്കാനും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ പണ്ടത്തെ തലമുറകളേക്കാൾ ഇന്ന് നിങ്ങൾക്ക് അവസരങ്ങൾ കൂടുതലാണ്. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലമാണ് ഇന്നത്തെ ഈ വിജയം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. അജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP വസന്ത, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A. ഷാബിറ, ജില്ലാ പഞ്ചായത്ത് അംഗം K. നസീമ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C. ബാബു തുടങ്ങിയവർ സംസാരിച്ചു. മറ്റു സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. വീണ്ടും ഇടവേള. വാർത്തകളിലേക്ക്. പൂക്കോട്ടുകാവ് കാട്ടുകുളം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം ചെയ്തു. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും CMA പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 1ാം റാങ്ക് നേടിയ നവീൻ K, കേരള സർവകലാശാലയിൽ നിന്ന് ബയോടെക്നോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ നിവേദിത, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BA മൃദംഗം 1ാം റാങ്ക് നേടിയ വിവേക് K, JEE പരീക്ഷയിൽ ഉന്നത റാങ്ക് നേടിയ അർജുൻ കൃഷ്ണ, കലാസാഗർ പുരസ്കാരം നേടിയ കാട്ടുകുളം ജയൻ എന്നീ പൂർവ്വ വിദ്യാർത്ഥികളെയും സ്കാട്ട് ഹിമാലയം വുഡ് ബാഡ്ജ് നേടിയ G. പ്രക്ഷോഭ്, ലിറ്റിൽ കൈറ്റ്സ് വിജയികൾ, അമൃത TV, ശ്രേഷ്ഠം ഭാരതം റിയാലിറ്റി ഷോ വിജയികൾ, LSS, USS, NMMS വിജയികൾ എന്നിവരെയുമാണ് അനുമോദിച്ചത്. അവരുടെ പോരായ്മകൾ ഏതാണ് അത് കൃത്യമായി മനസ്സിലാക്കി അവർക്ക് വേണ്ട പിന്തുണയും പ്രോത്സാഹനവും കൊടുത്തുകൊണ്ട് അവരെ മുന്നോട്ട് നയിക്കാൻ പാഠ്യകാര്യങ്ങളിലും അതോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങളിലും അവരെ കഴിവും ഊർജവുമുള്ളവരായി മുന്നോട്ട് നയിക്കുന്നതിന് ഒരു കൂട്ടായ ശ്രമം. PTA പ്രസിഡന്റ് CU ജയശങ്കർ അധ്യക്ഷനായി. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ജയശ്രീ, ചെറുപ്പശ്ശേരി AO E. രാജൻ, ബ്ലോക്ക് മെമ്പർ K. അജിത് കുമാർ, പ്രിൻസിപ്പൽ KP രാജേഷ്, K. ഉണ്ണിനാരായണൻ, P. ശങ്കരനാരായണൻ, സജീന്ദ്രൻ KC, സനിത E, അംബിക K. നായർ തുടങ്ങിയവർ സംസാരിച്ചു. നീറ്റ് നെറ്റ് പരീക്ഷകളുടെ വിശ്വാസ്യത നിലനിർത്തണമെന്ന് AISF. UGC നെറ്റ് പരീക്ഷാ തട്ടിപ്പിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നും കുറ്റമറ്റ രീതിയിൽ പരീക്ഷകൾ നടത്തണമെന്നും AISF ശ്രീകൃഷ്ണപുരം മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു. ശ്രീകൃഷ്ണപുരം കൊങ്ങശ്ശേരി സ്മാരക ഹാളിൽ നടന്ന സമ്മേളനം AIYF K. ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീകൃഷ്ണപുരം കൊങ്ങശ്ശേരി സ്മാരക ഹാളിൽ നടന്ന സമ്മേളനം AIYF ജില്ലാ സെക്രട്ടറി K. ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ആദ്യമായി നടത്തിയ കർഷക തൊഴിലാളികൾ ആദ്യമായി നടത്തിയ സമരം അവരുടെ കൂലി വർദ്ധനവിന് വേണ്ടിയിട്ടായിരുന്നില്ല. അന്നത്തെ കർഷക തൊഴിലാളികൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മുടെ മുത്തശ്ശിമാരോട് ചോദിച്ചാൽ അറിയുകയുള്ളൂ. ആ തൊഴിലാളികൾ ആദ്യമായി സമരം നടത്തിയത് അവരുടെ കൂലി വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞതല്ല, മറിച്ച്
തന്റെ മക്കൾക്ക് അന്ന് വിദ്യാഭ്യാസം ജാതിപരമായിട്ടുള്ള വേർതിരിവുകൾ കൊണ്ട് മാറ്റി നിർത്തപ്പെട്ട തങ്ങളുടെ മക്കൾക്ക് അക്ഷരത്തിന്റെ വെളിച്ചം പകർന്നു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിൽ ആദ്യമായി സമരം നടക്കുന്നത്. ഷിനാൻ ഒ.കെ. അധ്യക്ഷത വഹിച്ചു. AISF ജില്ലാ സെക്രട്ടറി ഷിനാഫ്, CPI മണ്ഡലം സെക്രട്ടറി VP ജയപ്രകാശ്, ആലുംകുടിൽ രാധാകൃഷ്ണൻ, മുസ്തഫ ഒ.കെ., വിഷ്ണു P, സന്ദീപ് AP എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറിയായി ഷിനാൻ ഒ.കെ., ജോയിന്റ് സെക്രട്ടറിയായി സജൻ AK, പ്രസിഡന്റായി രാധിക P എന്നീ 15-അംഗ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. തൃക്കടിരി PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. VK ശ്രീകണ്ഠൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് ഹംസ കീളായിൽ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക MV സുധ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷബീർ നീരാണി, സ്കൂൾ മാനേജർ P മുഹമ്മദ്, M സതീദേവി, കാസിം കുന്നത്ത്, CA ബക്കർ എന്നിവർ പ്രസംഗിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ഇത്തവണയും കുട്ടികൾക്ക് ഡൽഹി സന്ദർശിക്കാൻ അവസരമൊരുക്കുമെന്നും MP പറഞ്ഞു. നിരവധി സ്കൂളുകളിലെ കുട്ടികൾ നേരിട്ട് കുട്ടികൾ വിളിക്കുകയാണ്, അതുപോലെ ടീച്ചർമാർ വിളിക്കുകയാണ്, ഡൽഹിയിലേക്ക് ഞങ്ങളെ എപ്പോൾ കൊണ്ടുപോകും. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ 100% വിജയം നേടും, എന്നിട്ട് എന്നെ വിളിക്കും, അപ്പൊ ഞാൻ വരാം, എന്നിട്ട് നമുക്ക് ഡൽഹിയിൽ പോകേണ്ട കാര്യം ആലോചിക്കാം. അപ്പൊ ഞങ്ങൾ പറയട്ടെ, സ്കൂളിൽ പറ, എല്ലാവരും ജയിക്കട്ടെ, പഠിക്കട്ടെ. അങ്ങനെ ഒരു പ്രചോദനം സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ പരസ്യമായിട്ട് പ്രചരിച്ചു. അപ്പൊ അതിന്റെ ഒരു ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു. വല്ലപ്പുഴ കുറുവട്ടൂർ KMLP സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദി സംഘടിപ്പിച്ചു. സാഹിത്യകാരൻ P മനോഹരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നസീർ ആലിക്കൽ, പ്രധാനാധ്യാപിക പ്രമീള, A നൌഫൽ മാസ്റ്റർ, MPTA പ്രസിഡന്റ് A ഷമീറ, K അശ്വതി തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു. കഥയും കവിതകളും വിദ്യാർത്ഥികൾ ഏറ്റെടുത്തതോടെ കലാസാഹിത്യവേദിക്ക് മാറ്റുകൂടി. SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ സ്കൂളുകളെയും SSLC+2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയ വിദ്യാർത്ഥികളെയും അലനല്ലൂർ അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി ആദരിച്ചു. വിജയോത്സവം 2024 അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സജിന സത്താർ ഉദ്ഘാടനം ചെയ്തു. SSLC പരീക്ഷയിൽ സമ്പൂർണ്ണ വിജയം നേടിയ അലനല്ലൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനും എടത്തനാട്ടുകര ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിനുമാണ് ആദരവ് നൽകിയത്. സൊസൈറ്റിയിലെ അംഗങ്ങളുടെയും ഇടപാടുകാരുടെയും മക്കളിൽ നിന്നും SSLC+2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയവരെയും LSS, USS നേടിയവരെയും MBBS നീറ്റ് പരീക്ഷകളിൽ വിജയിച്ചവരെയുമാണ് ആദരിച്ചത്. അലനല്ലൂർ SK ഹാളിൽ നടന്ന വിജയോത്സവം 2024 അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സജന സത്താർ ഉദ്ഘാടനം ചെയ്തു. തന്റെ അടുത്തിരിക്കുന്ന കൂട്ടുകാരന്റെ വേദന മനസ്സിലാക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ സ്വന്തം അയൽവക്കക്കാരന്റെ വേദന മനസ്സിലാക്കാൻ കഴിയാത്തൊരു ജീവിത രീതിയാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ടൊരു പ്രാധാന്യം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുകയില്ല. അപ്പോൾ ഏറെ ആദരവോടെ, അല്ലെങ്കിൽ ബഹുമാനത്തോടെ, സന്തോഷത്തോടെ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതം നിങ്ങൾ പടുത്തുയർത്തുന്നത് സമൂഹത്തിന്റെ നന്മയ്ക്കായി ഉപയോഗിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ. സൊസൈറ്റി സിറ്റി പ്രസിഡന്റ് റംഷീഖ് മാമ്പറ്റ അധ്യക്ഷനായി. രാഷ്ട്രപതിയിൽ നിന്നും വിശിഷ്ട സേവ മെഡൽ നേടിയ വിജിലൻസ് CI വി ജ്യോതീന്ദ്രകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് MP സുഗതൻ, പാലക്കാട് ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ P ഉദയൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷാബി ആറാട്ടുതോടി, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V അബ്ദുൽ സലീം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ P മുസ്തഫ, P രഞ്ജിത്ത്, K സുദർശനൻ, സെക്രട്ടറി O ബിനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. 100-ലധികം വിദ്യാർത്ഥികൾക്കാണ് ഇത്തവണ ഉപഹാരം നൽകിയത്. ഉന്നത വിജയികളെ എല്ലാ വർഷവും അലനല്ലൂർ അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി ആദരിക്കാറുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട് ഗർഭിണിയായ യുവതിയെ ദുരൂഹ സാഹചര്യത്തിൽ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കരിമ്പ വെട്ടം സ്വദേശി സജിതയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 26 വയസ്സായിരുന്നു. ഒളിവിൽ പോയ ഭർത്താവ് നിഖിലിനെ തമിഴ്നാട് സേലത്ത് നിന്നും പിടികൂടി. പട്ടാമ്പി മരുതൂരിൽ വീട് കുത്തി തുറന്ന മോഷണം. 38 പവനോളം സ്വർണ്ണാഭരണവും 16,000 രൂപയും മോഷണം പോയി. കവർന്നത് അയൽവാസി സൂക്ഷിക്കാൻ നൽകിയതടക്കമുള്ള സ്വർണം. മണ്ണാർക്കാട് ആദിവാസി ഊരിലുള്ളവർക്ക് ലൈഫിൽ അനുവദിച്ച വീടുകളുടെ മുഴുവൻ പണവും കരാറുകാരൻ കൈപ്പറ്റിയിട്ടും വീടിന്റെ പണി പൂർത്തിയായില്ല. ഗുണഭോക്താക്കൾ താമസിക്കുന്നത് ചോർന്നൊലിക്കുന്ന ഷെഡിൽ. മണ്ണാർക്കാട് കാറിടിച്ച് വ്യാപാരി മരിച്ചു. കല്ലടിക്കൂട് സ്വദേശി അസൈനാറാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.